ഭഗവതേ വാസുദേവായ. നമസ്കാരം. എന്താണ് കർക്കടകവാവ്? എന്താണ് കർക്കടകവാവിൻ്റെ പ്രാധാന്യം? എന്തുകൊണ്ട് കർക്കടകവാവ് ദിവസം പിതൃതർപ്പണം ചെയ്യുന്നു? ഇന്നത്തെ തലമുറയ്ക്ക് ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ അവരുടെ മനസ്സിലുണ്ടാകും. എൻ്റെ പരിമിതമായ അറിവ് ഇവിടെ പങ്കുവയ്ക്കുകയാണ്. സൂര്യൻ്റെ വടക്കോട്ടുള്ള ചലനം അഥവാ പ്രയാണത്തെ ഉത്തരായനം എന്ന് പറയുന്നു. എന്നാൽ സൂര്യൻ്റെ തെക്കോട്ടുള്ള ചലനത്തെ അഥവാ പ്രയാണത്തെ ദക്ഷിണായനം എന്നും പറയുന്നു. ഉത്തരായനം ദൈവികവും ആത്മീയവും ശുഭകരവുമായ കാര്യങ്ങൾക്കായി നീക്കിവെക്കുമ്പോൾ ദക്ഷിണായനം വ്രതങ്ങൾക്കും ധ്യാനത്തിനും നാമജപങ്ങൾക്കും പിതൃകാര്യങ്ങൾക്കുമായി നീക്കിവെക്കുന്നു. ദക്ഷിണായനത്തിലെ ആദ്യത്തെ കറുത്ത വാവാണ് കർക്കടകവാവ്. ഭൂമിയും ചന്ദ്രനും മുഴുവനായ അല്ലെങ്കിലും ഏതാണ്ട് ഒരേ രേഖയിൽ വരുന്ന സമയത്തെയാണ് കറുത്ത വാവായി കണക്കാക്കുന്നത്. ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ വീണ് ഒരു ഇരുൾ നിറയുന്നു. അത് കറുത്ത വാവായി കണക്കാക്കുന്നു. ഈ മാറ്റം നമ്മുടെ ശരീരത്തിലെ അഗ്നി, സൂര്യ, ചന്ദ്രമണ്ഡലങ്ങളെ സ്വാധീനിക്കുന്നു. നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട നാഡികളായ ഇട, പിംഗള, സുഷുമ്ന എന്നിവ ഈ മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. പ്രപഞ്ചത്തിലുണ്ടാവുന്ന എല്ലാ മാറ്റങ്ങളും എല്ലാ ജീവജാലങ്ങളിലും മാറ്റമുണ്ടാക്കുന്നു. ഈ മാറ്റങ്ങൾ നമ്മുടെ സുഷുമ്ന നാഡിയിൽ പ്രത്യേക തരത്തിലുള്ള ഊർജ പ്രവാഹത്തിനുള്ള കാരണമാകുന്നു. അത് നമ്മുടെ ബോധമണ്ഡലത്തെയും അതുവഴി ശരീരത്തെ ആകമാനം ബാധിക്കുന്നു. മുൻപുള്ള പല വീഡിയോകളിലും ചന്ദ്രനും മനസ്സുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചന്ദ്രനിൽ വരുന്ന എല്ലാ മാറ്റങ്ങളും നമ്മുടെ മനസ്സിനെ വളരെയധികം ബാധിക്കും. ജാതകത്തിലൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ചന്ദ്രൻ ബലവാനാണെങ്കിൽ ആ വ്യക്തി നല്ല മനഃശക്തി അഥവാ മനക്കരുത്തുള്ള ആളായിരിക്കും. ഇനി വാവുബലി എന്തെന്ന് മനസ്സിലാക്കാം. എന്നിട്ട് എന്തുകൊണ്ട് കർക്കിടക വാവുബലി നടത്തുന്നു എന്നും അറിയാം. ഭൂമിയിൽ മനുഷ്യജന്മമെടുക്കാൻ കാരണഭൂതരായ മാതാപിതാക്കൾ, അവർക്ക് ജന്മം നൽകിയ പൂർവികർ, ചുരുക്കി പറഞ്ഞാൽ മൺമറഞ്ഞുപോയ എല്ലാ മനുഷ്യജീവികൾക്കും വേണ്ടി അവരെ സ്മരിക്കുന്നതിനു വേണ്ടി നടത്തുന്ന കർമ്മമാണ് കർക്കിടക വാവുബലി തർപ്പണം. അപ്പോൾ ചിന്തിക്കാം, എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന്. നമുക്ക് ജന്മം നൽകി നമ്മളെ ഊട്ടി വളർത്തി സ്വയം പര്യാപ്തത കൈവരിക്കാൻ സഹായിച്ചവരോടുള്ള ഒരു നന്ദിയാണ് ഈ പിതൃസ്മരണ. വെസ്റ്റേൺ കൺട്രീസിൽ നിന്ന് നമ്മൾ കടമെടുത്ത ഫാദേഴ്സ് ഡേ, മദേഴ്സ് ഡേ, അങ്ങനെ കുറേ ഡേയ്സ് ഉണ്ടല്ലോ. അതിനൊക്കെ മുൻപായി നമ്മുടെ പിതൃക്കളെ ബഹുമാനിക്കാനായി നമ്മൾ ആചരിച്ചിരുന്ന ഒരു പ്രധാന കർമ്മമാണ് കർക്കടക വാവുബലി. നമുക്ക് അറിയുന്നതോ അറിയാത്തതോ ആയ നമ്മൾക്ക് ഏതെങ്കിലും രീതിയിൽ സഹായകമായിട്ടുള്ള എല്ലാ മൺമറഞ്ഞവരെയും ഓർമ്മിപ്പിക്കുന്ന ഒരു ചടങ്ങ്. പല കാര്യങ്ങൾക്കായി നമ്മൾ ധാരാളം പണം ചിലവഴിക്കുകയും നേരം കണ്ടെത്തുകയും ചെയ്യാറുണ്ട്. എന്നാൽ എല്ലാ വർഷത്തിലും ഒരു ദിനം നമ്മുടെ മൺമറഞ്ഞു പോയ പിതൃക്കളുടെ ഓർമ്മയ്ക്കായി ചിലവഴിക്കുന്നു, അത്രമാത്രം. നമ്മുടെ പുരാണങ്ങളിൽ പിതൃതർപ്പണത്തിന് വലിയ പ്രാധാന്യമാണ് നൽകിയിട്ടുള്ളത്. സ്വർഗത്തിനും ഭൂമിയിലും ഇടയിലാണ് പിതൃലോകമെന്നും യമദേവനാണ് ഭരണാധിപൻ എന്നും പറയുന്നു. പിതൃലോകത്ത് ഒരു തലമുറയിലുള്ള 3 പേരാണ് ഉണ്ടാവുക എന്നും പറഞ്ഞിട്ടുണ്ട്. ആ പരമ്പരയിൽപ്പെട്ട അടുത്ത ആൾ മരിച്ച് അവിടെ എത്തുമ്പോൾ അവിടെയുള്ള 3 പേരിൽ ഒരാത്മാവ് സ്വർഗത്തിലേക്ക് പോയി പരമാത്മാവിൽ ലയിച്ച് മുക്തി നേടും എന്ന് പറയുന്നു. ഭൂമിയിൽ മരണപ്പെട്ട വ്യക്തി പിതൃലോകത്ത് എത്തിയാൽ മരണപ്പെട്ട വ്യക്തിക്ക് വേണ്ട കർമ്മങ്ങളെല്ലാം ചെയ്തെങ്കിൽ മാത്രമേ പിന്നീട് സ്വർഗത്തിലേക്ക് പോകാനും മുക്തി നേടാനും സാധിക്കൂ എന്ന് വിശ്വാസം. അതിനു വേണ്ട കർമ്മങ്ങളാണ് മരണപ്പെട്ടവരുടെ അടുത്ത ബന്ധുക്കൾ ചെയ്യുന്നത്. ആ കർമ്മങ്ങളൊക്കെ വേണ്ട വിധം ചെയ്തില്ലെങ്കിൽ മരണമടഞ്ഞ ആളുടെ ആത്മാവ് ഗതി കിട്ടാതെ അലയുമെന്നും വിശ്വാസം. ഇതൊക്കെ പണ്ടുമുതൽ നമ്മൾ വായിച്ചും കേട്ടുമുള്ള അറിവാണ്. യഥാർത്ഥത്തിൽ മരിച്ചു കഴിഞ്ഞാൽ മറ്റൊരു ശരീരത്തിലേക്ക് ആത്മാവ് പ്രവേശിച്ച് മറ്റൊരു മനുഷ്യജന്മം ഭൂമിയിൽ പിറക്കുന്നു എന്നും പറയുന്നു. യഥാർത്ഥ സത്യമെന്തെന്നത് ആർക്കും പറയാൻ സാധ്യമല്ല. അത് മനസ്സിലാക്കി തരാൻ മരിച്ച വ്യക്തികൾ തിരിച്ചു വന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുമില്ല. അപ്പോൾ ഏറ്റവും ഉചിതം നമുക്ക് വേണ്ടി ജീവിച്ച പിതൃക്കളെ ഓർക്കാനുള്ള ആ ദിവസം അവരെ നന്ദിയോടെ സ്മരിച്ച് അവർക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുക എന്നതാണ്. പുരാണങ്ങളിൽ പിതൃതർപ്പണത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. സൂര്യൻ തുലാം രാശിയിലേക്ക് പ്രവേശിക്കുന്ന സമയത്തെ പിതൃപക്ഷം എന്ന് പറയുന്നു. ആ സമയം പിതൃപക്ഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ മരണമടഞ്ഞ പിതൃക്കളുടെ ആത്മാക്കൾ അവരുടെ പിൻതലമുറക്കാരെ കാണാനായി ആദ്യത്തെ 1 മാസം ഭൂമിയിലെത്തുന്നു എന്ന് വിശ്വാസം. സൂര്യൻ വൃശ്ചിക രാശിയിൽ കടക്കുന്ന സമയം ആത്മാക്കൾ തിരിച്ചു പോകുമെന്നും പറയുന്നു.
ഈ സമയത്ത് വ്രതമെടുത്ത് ഭക്ഷണവും ജലവും നൽകി പിതൃക്കളെ ശ്രാദ്ധമൂട്ടി തൃപ്തിപ്പെടുത്തി സ്വർഗത്തിലേക്ക് മടക്കിവിടുന്നു എന്ന് വിശ്വാസം. കൂടാതെ കർക്കടക വാവ് ദിവസം പിതൃക്കൾ പിൻതലമുറക്കാരെ കാണാൻ ഗൃഹങ്ങളിൽ എത്തുമെന്നും ഒരു വിശ്വാസമുണ്ട്. അങ്ങനെ എത്തുന്ന പിതൃക്കളെ സ്വീകരിക്കാനായി ഇഷ്ടഭക്ഷണമൊക്കെ തയ്യാറാക്കി പ്രത്യേകം ഒരു മുറിയിൽ വിളക്ക് തെളിയിച്ച് ആദ്യം അവർക്കായി വിളമ്പി നൽകുന്ന ചടങ്ങുമുണ്ട്. ഇതൊക്കെ വിശ്വാസങ്ങളുടെ ഉറപ്പിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. കൂടാതെ മരണമടഞ്ഞ വ്യക്തികളുടെ ആണ്ടുബലി മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാനും വാവുബലി ചെയ്യുന്നു. ഏകാദശിയെക്കുറിച്ചുള്ള 1-2 വീഡിയോകളിൽ ഏകാദശി വ്രതത്തിൻ്റെ പ്രാധാന്യവും അതോടനുബന്ധിച്ച് വ്രതമെടുക്കുന്നതിൻ്റെ ശാസ്ത്രീയ വശവും പറഞ്ഞിരുന്നു. ആ സമയത്തുണ്ടാകുന്ന വേലിയേറ്റവും അതോടനുബന്ധിച്ച് അന്തരീക്ഷമർദ്ദത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങളും നമ്മുടെ ശരീരവുമായി ക്രമീകരിക്കാനാണ് വ്രതം ആചരിക്കുന്നത്. എന്നാൽ നമ്മുടെ ശരീരത്തിലെ ഊർജ്ജ സ്രോതസ്സുകൾ പ്രത്യേക ഊർജത്താൽ പ്രവർത്തിക്കുന്നതിനാൽ ആ സമയത്ത് ചെയ്യുന്ന കർമ്മങ്ങൾക്ക് പൂർണ്ണ ഫലപ്രാപ്തി ഉണ്ടാവുന്നു എന്നതാണ് സത്യം. ചെയ്യുന്ന കാര്യങ്ങൾക്ക് പൂർണ്ണതയുണ്ടാവും. എന്നാൽ തലേ ദിവസം വ്രതം നോൽക്കേണ്ടത് അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ ഊർജം നല്ല രീതിയിലായിരിക്കൂ. ഉത്തരായണത്തിന് പോസിറ്റീവ് തരംഗങ്ങളും ദക്ഷിണായനത്തിന് നെഗറ്റീവ് തരംഗങ്ങളും ആവും ഉണ്ടാവുക. ഉത്തരായനത്തിൽ പകലുകൾക്ക് കൂടുതൽ ദൈർഘ്യവും രാത്രികൾക്ക് ദൈർഘ്യം കുറവുമായിരിക്കും. ഉത്തരായന കാലം പോസിറ്റീവ് തരംഗങ്ങൾ നിറഞ്ഞതായതുകൊണ്ട് ശുഭകാര്യങ്ങൾക്കായും ദക്ഷിണായനം നെഗറ്റീവ് തരംഗങ്ങൾ ആയതുകൊണ്ട് അത് കൂടുതൽ ഉപവാസങ്ങൾക്കും പ്രാർത്ഥനകൾക്കും ധ്യാനത്തിനുമായി പ്രയോജനപ്പെടുത്തുന്നു. മകരസംക്രാന്തിക്കും കർക്കട സംക്രാന്തിക്കും ഇടയിലുള്ള കാലത്തെ ഉത്തരായനമെന്നും പറയുന്നു. 6 മാസം ഉത്തരായനവും 6 മാസം ദക്ഷിണായനവും ആയിട്ട് കണക്കാക്കുന്നു. ദക്ഷിണായന കാലത്ത് പകലിന് ദൈർഘ്യം കുറവും രാത്രികൾ ദൈർഘ്യമേറിയതുമായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ദക്ഷിണായനത്തിൽ ഗൃഹവും പരിസരവുമൊക്കെ വൃത്തിയാക്കി ശുദ്ധിയോടുകൂടി ധ്യാനവും പ്രാർത്ഥനകളും വ്രതവുമൊക്കെയായി പൂർണ്ണ ശുദ്ധിയോടെ ഉത്തരായനത്തിൽ ജ്ഞാനോദയം നേടാനുള്ള സമയമാണ് ദക്ഷിണായനം. കർക്കടക വാവുബലി കർക്കടക വാവിന് നടത്തുന്നത് വ്രതമെടുത്ത് നല്ല രീതിയിലുള്ള പ്രത്യേക ഊർജത്തോടുകൂടി വിശ്വാസപൂർവം നമ്മൾ പിതൃക്കൾക്ക് വേണ്ടി ചെയ്യുന്ന തർപ്പണം നമ്മുടെ പിതൃക്കൾ നമുക്കായി ചെയ്തു വന്നിട്ടുള്ള എല്ലാ നന്മകൾക്കുമുള്ള അംഗീകാരവും നന്ദി സൂചകവുമായി കണക്കാക്കുന്നു. പുതിയ തലമുറയ്ക്ക് നമ്മുടെ പൂർവികരെക്കുറിച്ചുള്ള ബഹുമാനവും മറ്റും മനസ്സിലാക്കി കൊടുക്കുവാനും ഇത് സഹായിക്കും. നമ്മുടെ പിതൃക്കളെയും പൂർവികരെയും വേണ്ട വിധം ബഹുമാനിച്ച് അവർക്ക് അംഗീകാരവും നന്ദിയും നൽകുന്നതിനായി നമ്മൾ ആചരിക്കുന്ന ഈ പിതൃതർപ്പണം നന്നായി ആചരിച്ച് നമ്മുടെ നല്ല സംസ്കാരം വരും തലമുറയ്ക്കും കൂടി പകർന്നു കൊടുക്കാവുന്നതാണ്. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.